ഒരു പ്രായത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കൺഫ്യൂഷൻ അനുഭവിച്ചിട്ടുള്ളത് അച്ഛനോടും അമ്മയോടും എങ്ങനെ ഈ കാര്യം പറയും, ഈ വിഷയം ഞാൻ എങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറയും, അച്ഛൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, അച്ഛനത് സമ്മതിക്കുമോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു വിഷയത്തെപ്പറ്റി ആലോചിച്ച് ആ ആലോചിച്ച വിഷയം ഞാനൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് സമയം ഞാൻ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അച്ഛൻ എങ്ങനെ പറയും എന്നുള്ളതിനെപ്പറ്റി എനിക്ക് പല തരത്തിലുള്ള മുൻവിധികൾ തോന്നുന്നുണ്ട്. റിയാക്ഷൻസിനെ പറ്റി അറിയില്ല. എങ്കിലും എനിക്കിത് വേണമെന്നുള്ളതുകൊണ്ട് ആ ഒരു സബ്ജക്റ്റ് ഞാനിങ്ങനെ ഹോൾഡ് ചെയ്ത് അത് തന്നെ ചിന്തിച്ച് കൊണ്ടുപോയി ഞാൻ അവസാനം ഞാൻ പോയി പറയും. ചിലപ്പോൾ വളരെ ഫാസ്റ്റായിരിക്കും റിയാക്ഷൻ, ചിലപ്പോൾ അടിയായിരിക്കും കിട്ടണുണ്ടാവുക, അതല്ല എങ്കിൽ വേറുന്നുണ്ട് പറ്റില്ല എന്ന് പറയുകയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സാധിച്ച് തന്നിട്ടും ഉണ്ടാവാം. പക്ഷേ അതിലേക്ക് വരെ എത്തുന്ന ഒരു സിറ്റുവേഷൻ ഹൈലി കൺഫ്യൂസ്ഡാണ്. കാരണം ഞാൻ പറയാൻ പോകുന്നത് ശരിയാണോ, ഞാൻ പറയുന്നത് ശരിയാണോ, പറഞ്ഞാലുള്ള റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ വ്യക്തിപരമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമുക്ക് പലപ്പോഴും കൺഫ്യൂസ്ഡാണ്. കാരണം അത് അച്ഛൻ്റെയും അമ്മയുടെയും കാലത്ത് ചെറുപ്പത്തിലാണ് എങ്കിൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഏട്ടനനിയന്മാരോട് സംസാരിക്കുന്നത് വളരെയധികം പ്രശ്നമായിരിക്കും, പ്രത്യേകിച്ച് ഒരു പ്രായം കഴിയുമ്പോൾ. കാരണം ഒരു ഏജ് വരെ നമുക്ക് നമ്മുടെ അനിയന്മാരോടും ഏട്ടന്മാരോടും നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഫ്രീഡം ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ നമുക്ക് ഫ്രീഡത്തിൽ വ്യത്യാസം നമുക്ക് വരും. ആ ഫ്രീഡത്തിൽ വ്യത്യാസം വരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു കൺഫ്യൂഷനുണ്ട്. ഒന്നും വേണ്ട, സിസ്റ്ററും ബ്രദറും കൂടെ ആദ്യത്തെ ഒരു 10 വയസ്സോ 12 വയസ്സോ വരെ ബാക്കിയുണ്ടായിരുന്ന ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു സംസാരിക്കാൻ. ഒരു ഏജ് കഴിയുമ്പോൾ അവരോട് സംസാരിക്കാൻ അവർക്ക് തന്നെ ചില പർട്ടിക്കുലർ കാര്യങ്ങൾക്ക് ഒരു മറ വരുന്നു, ഒരു കൺഫ്യൂഷൻ ഇവിടെ വരുന്നു. ഈ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ഒരു മെൻ്റൽ ബ്ലോക്കാണ്. കാരണം നമുക്ക് കൃത്യമായി ഉറപ്പില്ല എങ്ങനെയായിരിക്കും. അത് വ്യക്തിബന്ധങ്ങളിലാണ് അല്ലെങ്കിൽ വ്യക്തിബന്ധമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളിലാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വരിക.